والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാം നമുക്ക് അപാരമായ അളവറ്റ അനുഗ്രഹങ്ങൾ നൽകിയ ഒരു മഹാശക്തൻ്റെ അസ്തിത്വം നാം ഏവരും അനുഭവിച്ചറിയുന്നുണ്ട്. ജീവിക്കാൻ ആവശ്യമായ വായുവും വെള്ളവും സജ്ജീകരിച്ച് നൽകിയ ആ മഹാനായ അല്ലെങ്കിൽ ആ മഹാശക്തിയോട് ആദരവ് തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തേടിക്കൊണ്ട് മറ്റുള്ള ഗ്രഹങ്ങളിലേക്കോ അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളിലേക്കോ പോകേണ്ടതില്ല. മറിച്ച് നമുക്കിഷ്ടപ്പെട്ട സ്വാദുകളിൽ നമുക്ക് ചുറ്റും തന്നെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്വന്തം ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ആ മഹാശക്തിയോടുള്ള ആദരവ് അല്ലെങ്കിൽ ആ ശക്തിയോടുള്ള ബഹുമാനം നമുക്ക് വർദ്ധിച്ചു വരും. തീർത്തും ഒരു തർത്തീബായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രക്ചറായിട്ടുള്ള ഒരു ശരീരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുള്ളത്. മനുഷ്യ ശരീരം ഈ രൂപത്തിലാകാൻ പാടില്ല എന്ന് പറയുന്നതിന് പുറമെ അല്ലെങ്കിൽ ഒരു അവയവം ആ വെച്ച സ്ഥലം കറക്റ്റായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ പോലും ധൈര്യമുള്ള ഒരാളും ഇന്നേ വരെ ഈ ലോകത്തെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള ഈ ഒരു ശരീരത്തിനേക്കാൾ ഉത്തമമായ മറ്റൊരു ശരീരം ഇനി വിഭാവന ചെയ്യാൻ കഴിയുകയുമില്ല. കണ്ണുകളും കാതുകളും മൂക്കും വായും അതേപോലെ തന്നെ പല്ലും കൈകളും കാലുകളും ഇങ്ങനെ തുടങ്ങിയവ അതിൻ്റേതായ കറക്റ്റായിട്ട സ്ഥലത്ത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. മറ്റൊരു ജീവിക്കും നൽകപ്പെടാത്ത വിസ്മയകരമായ മറ്റൊരു കഴിവും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുള്ളത്. അതെന്താ വെച്ചാൽ മാനസിക കഴിവാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ മനുഷ്യനേക്കാൾ ശക്തിയുള്ള സിംഹത്തെയും അതേപോലെ തന്നെ മനുഷ്യനേക്കാൾ വേഗതയുള്ള ചീറ്റപ്പുലിയെയും വലുപ്പമുള്ള ആനയെയും നിയന്ത്രിക്കാൻ കഴിയുന്നത് ഈ മാനസിക കഴിവ് കൊണ്ടാണ്. സുന്ദരമായ ഒരു ശരീരവും ലോകത്തെ ചൊൽപ്പടിക്ക് നിർത്താൻ പോന്ന ഭൗതിക കഴിവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഇത്തരം ഈ ഒരു മാനസിക കഴിവും അല്ലെങ്കിൽ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഭൗതിക കഴിവുകൾ നൽകിയ ആ സൃഷ്ടാവിനോട് ഭക്തിയും ആദരവും തോന്നുക സ്വാഭാവികമാണ്. ഇനി നാം നമ്മിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലേക്കും ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യരുടെ അസ്തിത്വത്തെ നിലനിർത്തുന്ന യാതൊന്നും തന്നെ അവൻ്റെ കീഴല്ല എന്നും അല്ലെങ്കിൽ അവനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒന്നും തന്നെ അവൻ്റെ പരിധിയിലല്ല എന്ന് അവൻ മനസ്സിലാക്കുമ്പോഴാണ് ഈ മനുഷ്യർ എത്രത്തോളം നിസ്സഹായരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭൂമിയുടെ സ്വയംഭ്രമണത്തിൻ്റെ ഒരു തോത് ഒന്ന് വ്യത്യാസപ്പെടുകയാണെങ്കിൽ ഒരു ജീവജാലത്തിന് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല. സൂര്യതാപം എല്ലായിടത്തും ചിതറി വീഴുന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയുടെ സ്വയംഭ്രമണത്തെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ പകലിലെ ജീവജാലങ്ങൾ വെന്തുരുകയും രാത്രിയിൽ തണുത്തു മരവിക്കുകയും ചെയ്യുമായിരുന്നു. ഭൂമിയുടെ ചെരിവ് 23 ഡിഗ്രിയിൽ നിന്ന് ഒരൽപ്പം ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ ഈ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ബാധകമായ ഋതുഭേദങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ ഓസോൺ പാളി നീക്കം ചെയ്യുന്നെങ്കിൽ ഒരു നിമിഷം പോലും നാം ജീവിക്കുന്ന ഈ മനുഷ്യ സമൂഹത്തിന് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. ഭൂമി ഒന്ന് കുലുങ്ങിയാൽ അല്ലെങ്കിൽ ശക്തമായ ഒരു കാറ്റടിച്ചാൽ സമുദ്രം ഒന്ന് കവിഞ്ഞൊഴുകിയാൽ ഇടിമിന്നലിൻ്റെ ആ പ്രഹരമായ ശക്തി ഒന്ന് നമുക്ക് ഏറ്റാൽ ഈ ജീവിതം അവിടെ അവസാനിക്കും. ഇവയൊന്നും നമുക്ക് നിയന്ത്രിക്കാനാവുകയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നിസ്സഹായതയുടെയും അവശ്യതയുടെയും വികാരങ്ങളെ മുളപ്പൊട്ടുകയും ഇതെല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സൃഷ്ടാവിലേക്ക് നമ്മുടെ കരങ്ങളെ ഉയരുകയും ചെയ്യുകയാണ്. സ്വന്തം ശരീരത്തെ പോലും നിയന്ത്രിക്കാൻ നമുക്കാവില്ല എന്ന് മനസ്സിലാകുമ്പോൾ കാവലിനും അഭയത്തിനും നമ്മൾ ആ അള്ളാഹുവിലേക്ക് അല്ലെങ്കിൽ അവന് ആ ഒരു കാവലിനും അഭയത്തിനും വേണ്ടിയുള്ള ആഗ്രഹം വർദ്ധിക്കുകയാണ്.
മനുഷ്യ മസ്തിഷ്കത്തിലേക്കുള്ള രക്തപ്രവാഹം അല്പം നിമിഷം തടയപ്പെട്ടാലേ ഈ മനുഷ്യൻ എന്ന നിലക്കുള്ള നമുക്ക് കിട്ടിയ കഴിവുകളെ അവിടെ അവസാനിക്കും. നമ്മുടെ കഴിവുകളെല്ലാം അല്ലെങ്കിൽ നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള ആന്തരാവയവങ്ങളുടെ ഒന്നും നിയന്ത്രണാധികാരം നമ്മുടെ കീഴിലല്ല. മനുഷ്യൻ്റെ രോഗപ്രതിരോധ ശക്തി നിലനിർത്തുന്ന ആ സംവിധാനം നിലനിന്നാൽ ഒരു ചെറിയ ജലദോഷം വന്നാൽ ആ ഒരു മനുഷ്യനെ ആ ചെറിയ ജലദോഷം മരണത്തിലേക്ക് നയിക്കും. ഇത്തരം നമ്മുടെ ശരീരത്തിലെ വ്യവസ്ഥകളെല്ലാം നിയന്ത്രിക്കുന്ന ഇതറിയാமல் നാം ആ അള്ളാഹുവിലേക്ക് പിന്നെ നമ്മുടെ കരങ്ങൾ ഉയരുകയാണ്. തൻ്റെ അസ്തിത്വത്തെ നിലനിർത്തുന്ന സംവിധാനങ്ങളെയോ അല്ലെങ്കിൽ തന്നെയോ തനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാകുന്ന ആ മനുഷ്യൻ അവയെ നിയന്ത്രിക്കാൻ കഴിയുന്ന അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവനോട് നാം കേണപേക്ഷിക്കുകയാണ്. ഒരു കാര്യകാരണ ബന്ധങ്ങളില്ലാതെ അവനോട് കേണപേക്ഷിക്കുകയാണ്. ഈ സഹായ അഭ്യർത്ഥനക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന ഒരു ആരാധനയുടെ മജ്ജയാണ്. പള്ളികളിലും അതേപോലെ തന്നെ ചർച്ചുകളിലും അമ്പലങ്ങളിലും ആചാരപ്രധാനമായി നടത്തുന്ന ഒരു പ്രാർത്ഥനയല്ല, മറിച്ച് ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും നിസ്സഹായനാണെന്ന് അറിയുമ്പോൾ മനുഷ്യ മനസ്സുകളിൽ നിന്ന് ഉണരുന്നൊരു അഭ്യർത്ഥനയുണ്ട്. അതും ഒരു സഹായാഭ്യർത്ഥനയാണ്. അതും ഈ ഒരു ആരാധനകളിൽ ഉൾപ്പെടുന്നതാണ്. ആരോടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? ആർക്കാണ് നാം ആരാധനകൾ അർപ്പിക്കേണ്ടത്? തീർത്തും സർവശക്തനും സർവജ്ഞാനിയുമായ ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാണ് നാം ആരാധിക്കേണ്ടത്. അവന് മാത്രമേ അഭൗതികമായ സഹായങ്ങൾ നമുക്ക് ചെയ്തു തരാൻ സാധിക്കുകയുള്ളൂ. അവൻ്റെ സൃഷ്ടാവിൻ്റെ അവൻ്റെ സൃഷ്ടികളുടെ പ്രാർത്ഥനയുടെ പൊരുളറിയാൻ, ആ ഒരു സൃഷ്ടാവിൻ്റെ മനസ്സറിയുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് അവനോട് മാത്രമേ നാം ചോദിക്കാൻ പാടുള്ളൂ, അവനെ മാത്രമേ നാം ആരാധിക്കാനും പാടുള്ളൂ. എന്നാൽ മനുഷ്യൻ്റെ ആജന്മശത്രുവായ പിശാച് എക്കാലത്തും മനുഷ്യനെ വഴിപ്പിയപ്പിക്കാൻ നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. ദൈവത്തെ മാത്രം ആരാധിക്കുന്നതിലൂടെ മനുഷ്യൻ പ്രാപിക്കുന്ന ആ ഒരു ഉത്കൃഷ്ടയുടെ കളങ്കം നഷ്ടപ്പെടുത്താൻ പിശാച് വിഗ്രഹങ്ങളെയും പൂർവ്വപിതാക്കളെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും ആരാധിക്കുന്നവർക്ക് വഴിപാട് നൽകി അവർക്ക് ആരാധനകൾ അർപ്പിക്കുന്നതു മുഖേന അധമ സമൂഹമാക്കി മനുഷ്യവർഗത്തെ അധപതിപ്പിക്കുവാൻ വേണ്ടിയുള്ള പിശാചിന്റെ ദുർബോധനങ്ങൾക്ക് കാലാകാലങ്ങളിൽ മനുഷ്യവർഗം അടിമപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ദൈവികമായ വിശുദ്ധിയുടെ മാർഗം കൈവിട്ട് പൈശാചികമായ നീചമാർഗത്തെ പുൽകുന്നതിലേക്കുള്ള ആദ്യപടിയാണ് ഈ ബഹുദൈവാരാധന എന്നുള്ളത്. ഇത്തരം ബഹുദൈവാരാധനയിൽ നിന്ന് മനുഷ്യരെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി സൃഷ്ടാവായ ദൈവത്തെ മാത്രം ആരാധിക്കുക എന്ന ലക്ഷ്യത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ദൈവദൂതന്മാരെ തിരഞ്ഞെടുത്ത് ഈ ഒരു ലോകത്തേക്ക് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1,00,000-ൽ പരം പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഏകദൈവ വിശ്വാസത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ നയിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് അയച്ചിട്ടുണ്ട്. അവരെല്ലാവരും പഠിപ്പിച്ച രക്ഷാമാർഗം, അടിസ്ഥാനപരമായ ഒരു മാർഗം എന്നുള്ളത് ഇസ്ലാമാണ്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരെല്ലാവരും ശരിവെച്ചുകൊണ്ടോ അവർ പഠിപ്പിച്ച സന്ദേശം അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന വേദഗ്രന്ഥങ്ങളെ എല്ലാം ശരിവെച്ചുകൊണ്ടുമാണ് നമ്മുടെ അവസാനമായ നമ്മുടെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. അദ്ദേഹം അവസാനത്തെ പ്രവാചകനാണെന്നോ അദ്ദേഹത്തിനെ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണെന്നും നമുക്കെല്ലാവർക്കും അറിയാം. ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക, അതുപോലെ തന്നെ അവനയക്കപ്പെട്ട നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. ഇത് മുഖേനയാണ് നമുക്ക് ഒരു ശാശ്വതമായ വിജയത്തിൻ്റെ മാർഗം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ആ ഒരു മാർഗം എന്നുള്ളത് ഇസ്ലാമാണ്. ആ ഇസ്ലാമിനെ പൂർണ്ണമായി ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് അതുപോലെ നിർവഹിക്കാനും അവൻ വിരോധിച്ചത് ജീവിതത്തിൽ നിന്ന് വെടിയാനും നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.